ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്വാസി കോൺട്രാക്ട്സ് ആണ്. ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ കോൺട്രാക്റ്റിൻ്റെ അഭാവത്തിലും നമ്മൾ ചില ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു സാധനം വീണ് കിട്ടിയാൽ അത് അതിൻ്റെ ഓണറെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. സോ അവിടെ ഒരു കോൺട്രാക്റ്റ് ഇല്ല എങ്കിലും ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ടി വരും. അത്തരം കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്ട്സ് എന്ന് വിളിക്കുന്നത്. The obligation which are created and imposed by law in the absence of any contract to that effect are called quasi contracts. ഒരു ആക്ച്വൽ കോൺട്രാക്റ്റിൻ്റെ അഭാവത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ നിയമം നമ്മുടെ മേൽ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അത്തരം കോൺട്രാക്റ്റുകളെയാണ് ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. എ ക്വാസി കോൺട്രാക്ട് ഈസ് എ ഫിക്റ്റീഷ്യസ് കോൺട്രാക്ട് ക്രിയേറ്റഡ് അണ്ടർ ലീഗൽ ഒബ്ലിഗേഷൻസ് സിമിലർ ടു എ വാലിഡ് കോൺട്രാക്ട്. ഒരു ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ ഒരു അഗ്രിമെൻറ്റോ ഓഫറോ ആക്സെപ്റ്റൻസോ ഒന്നും വരുന്നില്ല. അതൊരു സാങ്കല്പികമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു കോൺട്രാക്റ്റ് മാത്രമാണ്. അവിടെ ചില ഒബ്ലിഗേഷൻസ് ഉണ്ടാകും, അത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു കേസിൽ അത് സാധാരണയുള്ള കോൺട്രാക്റ്റിൻ്റെ പോലെ തന്നെയാണ് ഉണ്ടാകുന്നത്. A quasi contract is created by the court, hence there is no actual offer or acceptance or an agreement between the parties. ഒരു ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്ന നിയമം നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നിയമം മൂലം നിലവിൽ വരുന്ന ഒരു കോൺട്രാക്റ്റാണ്. കോർട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓഫറോ ആക്സെപ്റ്റൻസോ അഗ്രിമെൻറ്റ് ഒന്നും നിലവിലുണ്ടാവില്ല. ക്വാസി മീൻസ് ടു എ സെർട്ടൈൻ എക്സ്റ്റെൻറ്റ് ഓർ ഓൾമോസ്റ്റ് ഓർ ആസ് ഇഫ് ഇറ്റ് വേർ. ക്വാസി എന്നുള്ള വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്നുള്ള മീനിങ് ആണ് ക്വാസി എന്നുള്ള വേർഡിന് വരുന്നത്. ക്വാസി കോൺട്രാക്ട്സ് ആർ ഓൾസോ കോൾഡ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട്സ് ഓർ കോൺട്രാക്ട്സ് ഇൻ ലോ ഓർ ഇംപ്ലൈഡ് കോൺട്രാക്ട്. കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്, കാരണം അത് കോർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ബൈ ലോ ഇമ്പോസ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് അതിനെ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് എന്നും കോൺട്രാക്റ്റ് ഇൻ ലോ എന്നും ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അക്കോർഡ് ടു ഡോക്ടർ ജംഗ്സ്, quasi contract or implied contract is a situation in which law imposes upon one person on the grounds of natural justice an obligation similar to that which arises from a true contract, although no contract express or implied has in fact been entered into by them. സോ ഡോക്ടർ ജെങ്സ് ക്വാസി കോൺട്രാക്റ്റ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ പറയുന്നത്. ക്വാസി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനാണ്. എങ്ങനെയുള്ള സിറ്റുവേഷനാണ്? ലോ ഒരു വ്യക്തിയുടെ മുകളിൽ നീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒബ്ലിഗേഷന് ഇമ്പോസ് ചെയ്യുകയാണ്. ദെൻ അവിടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് നോർമൽ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒബ്ലിഗേഷൻ പോലെ തന്നെയാകും വരുന്നത്. ദെൻ അവിടെ ഒരു ആക്ച്വലി ഒരു എക്സ്പ്രസ്സോ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് നിലവിലില്ല, പക്ഷേ ആ കോൺട്രാക്റ്റിലെ പാർട്ടീസ് പെർഫോം ചെയ്യുന്ന പോലെ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ ആ ഡിഫറെൻറ്റ് പാർട്ടീസിൻ്റെ ഇടയിൽ ഒരു ഒബ്ലിഗേഷനും ചില റൈറ്റ്സും അറൈസ് ചെയ്യും. അത്തരം കോൺട്രാക്റ്റുകളെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ നിയമം മൂലം നടപ്പിലാക്കുന്ന ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നിയമപരമായി ചില ഒബ്ലിഗേഷൻസ്, ചില റെസ്പോൺസിബിലിറ്റീസ് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം കോൺട്രാക്റ്റുകളെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നോർമലി അവിടെ ഒരു അഗ്രിമെൻ്റ് ഒന്നുമില്ല, പക്ഷേ ഒരു അഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന പോലെ ചില കാര്യങ്ങൾ ഇവിടെയും ചെയ്ത് തീർക്കാനുണ്ടോ. Although there is no contract or agreement between the parties, they are put in the same position as if there were a contract between them. അവിടെ ഒരു ആക്ച്വൽ കോൺട്രാക്റ്റോ അഗ്രിമെൻറ്റോ ഇല്ലെങ്കിലും ഒരു ആക്ച്വൽ കോൺട്രാക്റ്റ് ഉള്ള പോലെ അവിടുത്തെ പാർട്ടീസ് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ സപ്ലൈസ് ബി എ ലുനാറ്റിക് സം നെസസറീസ് suitable to the maintenance of his life. A is entitled to be reimbursed from B's property. അതായത് ബി എന്ന് പറയുന്ന ഒരു ലുനാറ്റിക് അവരുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങൾ എ സപ്ലൈ ചെയ്യുകയാണ്. സോ ഇവിടെ എ സപ്ലൈ ചെയ്ത ആ പ്രോഡക്ട്സിന് അല്ലെങ്കിൽ എന്താണോ സപ്ലൈ ചെയ്തത് അതിൻ്റെ വാല്യൂ ബീൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടാനുള്ള അവകാശം എക്കുണ്ട്.
ഇവിടെ എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിയമപരമായി എക്കുള്ള ഒരു അവകാശമാണ് ബീൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് എ സപ്ലൈ ചെയ്തതിനുള്ള വാല്യൂ റീഇംബേഴ്സ് ചെയ്യുക, തിരിച്ച് കിട്ടുക എന്നുള്ളത്. അതാണ് ക്വാസി കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിയമപരമായി വരുന്ന ചില റൈറ്റ്സും ഉണ്ടാവും, ദെൻ ചില ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. അത് ആ പാർട്ടീസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ബേസിക്കലി ഒരു അഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ ഇല്ല, പക്ഷേ ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന പോലെ ചില ഒബ്ലിഗേഷൻസും ചില റൈറ്റ്സും പെർഫോം ചെയ്യേണ്ടി വരും. Then basis of quasi contracts. The quasi contracts are based on the maxim of nemo debet loca plateri ex linea gestua. That means no man must grow rich out of another person cost. ഒരാളും മറ്റൊരു വ്യക്തിയുടെ ചെലവിൽ ധനികനാവരുത് എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് ക്വാസി കോൺട്രാക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. In other words, these are based on the equitable principle that a person shall not be allowed to enrich himself at the expense of another. മറ്റൊരു വ്യക്തിയുടെ ചെലവിൽ ഒരാളും ധനികനാകേണ്ട എന്നുള്ളൊരു ഇക്വിറ്റബിൾ പ്രിൻസിപ്പിളാണ് ക്വാസി കോൺട്രാക്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എക്സ് സൺസ് without X permission appoints Y to paint X house. Y started work and X was knowing that Y is painting his house but says nothing to Y. On completion of work, X refuses to pay, saying that there was no contract between them. In this case, court may impose an obligation upon X to pay the reasonable value of benefit received on the ground of principle of equity and justice. അതായത് എക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകന് അവരുടെ വീട് പെയിൻറ് ചെയ്യാൻ വേണ്ടി വൈനെ അപ്പോയിൻ്റ് ചെയ്യണം. സോ എക്സിൻ്റെ മകന് വൈനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ എക്സിനോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. ദെൻ വൈ വീട് പെയിൻറ് ചെയ്യാൻ തുടങ്ങി. ദെൻ എക്സ് ഇത് കണ്ടു. എക്സ് പക്ഷേ വൈനോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല. ദെൻ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ എക്സ് പെയിൻറ് ചെയ്ത പണിക്കുള്ള പൈസ വൈക്ക് കൊടുക്കാൻ റെഫ്യൂസ് ചെയ്ത് കൊടുക്കൂല പറഞ്ഞു. കാരണം എക്സും വൈയും തമ്മിലൊരു അഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റ് ഇല്ല. സോ എക്സ് ഒരു പേയ്മെൻറ്റും വൈക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇവിടെ ആക്ച്വലി ഒരു അഗ്രിമെൻറ്റ് എക്സും വൈയും തമ്മിലില്ലെങ്കിലും എക്സ് റിസീവ് ചെയ്ത ബെനഫിറ്റിനുള്ള വാല്യൂ എക്സ് വൈക്ക് കൊടുക്കൽ നിർബന്ധമാണ് ആസ് പെർ ക്വാസി കോൺട്രാക്റ്റ്. അതായത് എക്സിൻ്റെ വീട് പെയിൻറ് ചെയ്യുക എന്നുള്ള ബെനഫിറ്റ് എക്സിന് കിട്ടിയിട്ടുണ്ട്. സോ അതിന് റീസണബിളായുള്ള വാല്യൂ എക്സ് വൈന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ക്വാസി കോൺട്രാക്റ്റ് ബേസ് പറയുന്നത്. സോ നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു ബെനഫിറ്റ് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ബെനഫിറ്റിന് ഈക്വൽ ആയുള്ളൊരു വാല്യൂ നമുക്ക് ആരാണോ ബെനഫിറ്റ് പ്രൊവൈഡ് ചെയ്തത് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ലീഗലി നമ്മൾ ചെയ്യണം, നിയമപരമായി നമുക്കുള്ള ഒരു ഉത്തരവാദിത്തമാണത്. സോ അതാണ് ബേസിസ് ഓഫ് ക്വാസി കോൺട്രാക്റ്റിൽ പറയുന്നത്. ക്വാസി കോൺട്രാക്റ്റിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ അഭാവത്തിനും ചില റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ചില പാർട്ടീസിന് വരും. ചില കേസിൽ എന്തെങ്കിലും ബെനഫിറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എമൗണ്ട് റിസീവ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്ത ബെനഫിറ്റിനുള്ള എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാനോ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ എന്തെങ്കിലും ഉത്തരവാദിത്തത്തിൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും വീണ് കിട്ടിയ സാധനം കിട്ടുമ്പോൾ അത് പ്രോപ്പറായി കെയർ ചെയ്ത് അതിൻ്റെ ഓണറെ കണ്ടെത്തി കൊടുക്കുക എന്ന് പറയുന്ന ചില ഉത്തരവാദിത്തം വരും. അങ്ങനെ നിയമപരമായി വരുന്ന ചില ഉത്തരവാദിത്തങ്ങളാണ് ക്വാസി കോൺട്രാക്റ്റിൽ പറയുന്നത്. Then features of quasi contract. It is imposed by law and does not arise from an agreement. നോർമലി ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വരുന്നത് അഗ്രിമെൻറ്റിൽ നിന്നാണ്. ഒരു അഗ്രിമെൻറ്റ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പോസസ് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരു കോൺട്രാക്റ്റിൽ ഒരു അഗ്രിമെൻറ്റ് വരുന്നില്ല, പകരം അത് നിയമം ബൈ ലോ കോർട്ട് നടപ്പിലാക്കുന്ന ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് പറയുന്നത്. The duty of a party and not the promise of any party is the basis of such a contract. ക്വാസി കോൺട്രാക്റ്റിൽ ഒരു വ്യക്തി ഒരു പ്രോമിസ് വെക്കുക, ദെൻ മറ്റേ വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു കേസല്ല വരുന്നത്. പകരം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഡ്യൂട്ടി, അയാൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തമാണ് ക്വാസി കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ കാരണമാവുന്നത്. Then it grants to one person a right to money or its equivalent or to some other benefit and imposes a liability on the other person in connection with such money or its equivalent or some other benefit that he has already received. അതായത് ക്വാസി കോൺട്രാക്റ്റ് പ്രകാരം ഒരു വ്യക്തിക്ക് ചിലപ്പം ഒരു റൈറ്റ് കിട്ടും. എന്തിനുള്ള ഒരു പണത്തിനോ അല്ലെങ്കിൽ പണമൂല്യമുള്ള എന്തെങ്കിലും ബെനഫിറ്റ് എന്തിനെങ്കിലുമുള്ള റൈറ്റ് കിട്ടും.
ദെൻ മറ്റൊരു വ്യക്തിക്ക് ചിലപ്പം ഒരു ലാബിലിറ്റി ആവും എന്തെങ്കിലും പണം കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും റിസീവ് ചെയ്ത ബെനഫിറ്റിനുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള പണം കൊടുക്കാൻ. സോ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പെയിൻറ്റ് ചെയ്ത കേസിൽ പറയാനുള്ളത്. വൈൻ്റെ റൈറ്റാണ് വൈ ചെയ്തു കൊടുത്ത വർക്കിനുള്ള ആ ഒരു വാല്യൂ കിട്ടുക എന്നുള്ളത്. അതേസമയം എക്സിൻ്റെ ഒരു ഒബ്ലിഗേഷനാണ് അയാൾ റിസീവ് ചെയ്ത ബെനഫിറ്റിനുള്ള വാല്യൂ കൊടുക്കുക എന്നുള്ളത്. സോ features of quasi-contract. Then next one, the right under it is available against a specific person and not against the world. ക്വാസി കോൺട്രാക്റ്റ് പ്രകാരം കിട്ടുന്ന റൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക്, ഒരു പ്രത്യേക വ്യക്തിക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾക്കോ എതിരെ മാത്രമുള്ളതായിരിക്കും. A suit for its breach may be filed in the same way as in the case of a complete contract. ദെൻ ക്വാസി കോൺട്രാക്റ്റിൻ്റെ കേസിലും എന്തെങ്കിലും ബ്രീച്ച്, അതായത് എന്തെങ്കിലും ലംഘനങ്ങൾ നടക്കണം, ഒരു പാർട്ടി ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നാൽ മറ്റ് സാധാ കോൺട്രാക്റ്റ് നമ്മൾ കേസ് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് സ്യൂ ചെയ്യാവുന്നതാണ്. Then when obligation created by law is not discharged, the injured party is entitled to receive the compensation for damages from the party in default. ക്വാസി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാതിരുന്നാൽ ഇൻച്വേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ ചോദിക്കാനുള്ള റൈറ്റ് വരെയുണ്ട്. അത് കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 73 സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് പറയാനുള്ളത് കൈൻഡ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്സുകളുണ്ട്. കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 68 മുതൽ 72 വരെ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സപ്ലൈ ഓഫ് നെസസറീസ് ടു പേഴ്സൺ ഇൻകോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്, സെക്ഷൻ 68. 68 പറയുന്നത് ഇൻകോമ്പിറ്റൻറ്റ് പാർട്ടീസ്, അതായത് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ, കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ചില പാർട്ടീസ് ഉണ്ട്. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വാസി കോൺട്രാക്റ്റാണ് ഇവിടെ പറയുന്നത്. The person who has supplied the necessaries to a person who is incompetent to contract or anyone who is dependent on such incompetent person is entitled to be reimbursed from the property of such incapable person. അതായത് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ കഴിയാത്ത ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റുള്ളവർക്കോ അവരുടെ ഡെയിലി ലൈഫിന് അത്യാവശ്യമായ ചില സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സപ്ലൈ ചെയ്ത വ്യക്തിക്ക് ഈ ഇൻകോമ്പിറ്റൻറ്റ് പാർട്ടിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അത് തിരിച്ചെടുക്കാനുള്ള, ദാറ്റ് മീൻസ് ആ എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ സപ്ലൈസ് ബി എ ലുനാറ്റിക് സം necessaries suitable to the maintenance of his life. A is entitled to be reimbursed from B's property. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ബി എന്ന് പറയുന്ന ഒരു ലുനാറ്റിക്കിന് അവരുടെ അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ എ സപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ എക്ക് ആ സപ്ലൈ ചെയ്ത പ്രോഡക്ട്സിന് അല്ലെങ്കിൽ എന്താണോ സപ്ലൈ ചെയ്തത് അതിനുള്ള, സപ്ലൈ ചെയ്തത് എന്ന് പറയുന്ന ഡെയിലി ലൈഫിന് അത് അത്യാവശ്യമുള്ള കാര്യങ്ങളാകണം. അതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇൻകോമ്പിറ്റൻറ്റ് പാർട്ടീസിൻ്റെ കേസിൽ. സോ അത്തരം സപ്ലൈ ചെയ്ത ഇതിന് വാല്യൂ എന്താണോ അത് നമുക്ക് ബീൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് എക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, പേയ്മെൻറ്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ, സെക്ഷൻ 69. A person who is interested in the payment of money which another is bound by law to pay, and who therefore pays it, is entitled to be reimbursed by the other. അതായത് ഒരാൾ നിയമപരമായി കൊടുക്കേണ്ട ഒരു എമൗണ്ട് അയാൾക്ക് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതുമായി താല്പര്യം കാണിച്ചിട്ട് മറ്റൊരു വ്യക്തി കൊടുത്താൽ ആ പേയ്മെൻറ്റ് കൊടുത്ത വ്യക്തിക്ക് ആരാണോ കൊടുക്കേണ്ടിയിരുന്നത് അവരുടെ കയ്യിൽ നിന്നത് തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എഫ് ഹോൾഡ്സ് ലാൻഡ് ഇൻ ബംഗാൾ ഓൺ എ ലീസ് ഗ്രാൻറ്റഡ് ബൈ ബി. As the revenue payable by B to government was in arrear, the land is advertised for sale by government. In order to avoid sale of land and annulment of lease, F paid to government the sum due from B. അതായത് എഫ് എന്ന് പറയുന്ന വ്യക്തി ബംഗാളിൽ അയാൾ ഒരു ലാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ലാൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ബീൻ്റെ ആണ്, ബീൻ്റെ കയ്യിൽ നിന്ന് ലീസിന് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ബി
ഈ ബി ആണ് ലാൻഡിൻ്റെ ഓണർ. ബി ഈ ലാൻഡിന് കൊടുക്കാനുള്ള ടാക്സ്, ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ടാക്സ് കൊടുക്കാത്തത് കൊണ്ട്, അത് അരിയർ ആയതുകൊണ്ട് ഗവൺമെൻറ് ഈ ലാൻഡ് വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. സോ അങ്ങനെ ആ ലാൻഡ് വിറ്റ് പോവുകയാണ്, ഗവൺമെൻറ് ഇടപെട്ടത് വിറ്റ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എഫും ബിയും തമ്മിൽ ലീസ് അഗ്രിമെൻറ്റ് ക്യാൻസലായി പോകും. സോ എഫിൻ്റെ കയ്യിൽ നിന്ന് ആ ലാൻഡ് പോവും. സോ എഫ് സപ്പോസ് ആ ലാൻഡോ അല്ല ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ എഫിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. സോ എഫിൻ്റെ ഒരു താല്പര്യപ്രകാരം, മീൻസ് എഫ് ആ ഒരു ലാൻഡിൽ ഇൻട്രസ്റ്റഡ് ആണ്. അയാളുടെ ആ ലീസ് അഗ്രിമെൻറ്റ് ക്യാൻസലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു, ബി കൊടുക്കാനുള്ള എമൗണ്ട് ഗവൺമെൻറ്റിന് കൊടുത്തു. ദെൻ ആ സെയിൽ ബൈ ഗവൺമെൻറ് ഒഴിവാക്കുകയും ചെയ്തു. ദെൻ ആ ലീസ് അഗ്രിമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എഫിന് കഴിയുകയും ചെയ്തു. ഇവിടെ എഫ് എന്താണോ ബിക്ക് വേണ്ടി കൊടുത്തത്, ദാറ്റ് മീൻസ് ബി ആണ് ആക്ച്വൽ ഓണർ. സോ ബി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് എഫ് കൊടുത്തത്. എഫ് കൊടുക്കാൻ കാരണം അയാൾക്ക് ആ ലാൻഡിലൊരു താല്പര്യം ഉള്ളത് കൊണ്ടുമാണ്. അങ്ങനെ എഫ് കൊടുത്ത ഈ എമൗണ്ട് ബീൻ്റെ കയ്യിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യാനുള്ള റൈറ്റ് എഫിന് ഉണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 69 പറയുന്നത്. സോ ഇവിടെ ആ പേയ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യം ആ ഒരു കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം. ഇവിടെ എഫ് ആ പേയ്മെൻറ്റ് അരിയറുള്ള എമൗണ്ട് കൊടുക്കാൻ കാരണം ആ ലാൻഡ് വിറ്റ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എഫിന് ലീസിന് കിട്ടിയ ലാൻഡ് കയ്യിൽ നിന്ന് പോവും, അയാൾക്ക് നഷ്ടങ്ങൾ വരും എന്നുള്ളത് കൊണ്ടാണ് എഫ് ആ പേയ്മെൻറ്റ് കൊടുക്കാൻ റെഡിയാവുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം കാണിച്ച് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി കൊടുക്കേണ്ട എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 69 പറയുന്നത്. Then, in order to make section 69 applicable, the following conditions must be satisfied. ഈ പറയുന്ന സെക്ഷൻ 69 അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന 3 കണ്ടീഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. ദ പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ജെന്യുവൻലി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൺസ് ഓൺ ഇൻട്രസ്റ്റ്. അതായത് പേയ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തി അവരുടെ താല്പര്യത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാവണം. Then payment must be such as the other party was bound by law to pay. മറ്റേ പാർട്ടി നിയമപരമായി കൊടുക്കാനുള്ള പേയ്മെൻ്റ് ആയിരിക്കണം കൊടുക്കുന്നത്. Then the payer should have made payment to another person. പേയ്മെൻറ്റ് കൊടുക്കുന്നത് മറ്റൊരു വ്യക്തിക്കാവണം. ഇവിടെ ഗവൺമെൻറ്റിനാണ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്, അങ്ങനെ മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത പേയ്മെൻ്റ് ആകണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 69 അപ്ലൈ ചെയ്യാവുന്നതാണ്. Then obligation to pay for the benefit enjoyed from Non-Gratuitous Act section 70. When a person lawfully does anything for or delivers anything to another person with the intention of payment for that, and such other person enjoys the benefit thereof, then such other person is bound to make compensation to the first person in respect of thing so done or to restore the thing so delivered. അതായത് ഒരു വ്യക്തി നിയമപരമായി എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ദെൻ എന്തൊരു ഉദ്ദേശത്തോടു കൂടി, അതിന് പേയ്മെൻറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. സോ നമുക്ക് പേയ്മെൻറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്തു. ദെൻ ആ വ്യക്തി ആ ചെയ്തു കൊടുത്ത കാര്യവുമായി ബന്ധപ്പെട്ട് അയാൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് റിസീവ് ചെയ്ത വ്യക്തി അയാൾ എൻജോയ് ചെയ്ത ബെനിഫിറ്റിനുള്ള എമൗണ്ട് ഈ പ്രൊവൈഡ് ചെയ്ത ആൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അയാൾക്ക് അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ബെനിഫിറ്റാണോ റിസീവ് ചെയ്തത് അത് തിരിച്ച് അയാൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് സെക്ഷൻ 70 പറയുന്നത്. സോ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടല്ലാതെ പേയ്മെൻറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശം, അതാണ് ഗ്രാറ്റ്യൂഷ്യസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടണം, ഫ്രീ അല്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുകയും ദെൻ മറ്റേ പാർട്ടി ആ ബെനിഫിറ്റ് റിസീവ് ചെയ്യുകയും ചെയ്താൽ ആ ബെനിഫിറ്റ് റിസീവ് ചെയ്ത പാർട്ടിയുടെ കയ്യിൽ നിന്ന് അതിനുള്ള എമൗണ്ട് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഇനി അയാൾ ആ എമൗണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ബെനിഫിറ്റാണോ പ്രൊവൈഡ് ചെയ്തത് ആ ബെനിഫിറ്റ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, എ ട്രേഡ് മാൻ leaves goods at B's house by mistake. B treats the good as his own. He is bound to pay A for the. അതായത് എ എന്ന് പറയുന്ന ട്രേഡർ അയാളുടെ കുറച്ച് ഗുഡ്സ് ബീൻ്റെ വീട്ടിൽ വെച്ച് പോവുകയാണ്, അറിയാതെ വെച്ച് പോവുകയാണ് ബൈ മിസ്റ്റേക്ക്. ബി ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ്സ് എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യും.
ഇവിടെ ബി അയാൾ യൂസ് ചെയ്ത പ്രോഡക്ട്സിന് അല്ലെങ്കിൽ അയാൾ ആ റിസീവ് ചെയ്ത ബെനിഫിറ്റിനുള്ള വാല്യൂ എക്ക് കൊടുക്കൽ നിർബന്ധമാണ്. എക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ബി ആ ഗുഡ്സ് എന്താണോ അയാൾ റിസീവ് ചെയ്ത ബെനിഫിറ്റ് അത് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സെക്ഷൻ 17 പറയുന്നത്. Then, a claim under this section can be made only when the following conditions are satisfied. ഇനി പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ 70 അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. The thing must have been done or delivered lawfully. നിയമപരമായുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ്, ഇല്ലീഗൽ പർപ്പസ് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. നിയമപരമായുള്ള കാര്യങ്ങൾ ചെയ്തതിനെ നമുക്ക് ഈ 70 ക്ലെയിം ചെയ്യാൻ കഴിയും. The person who has done or delivered the thing must not have intended to do so gratuitously. അതായത് ഈ കാര്യം ചെയ്തു കൊടുത്ത ആളുണ്ടല്ലോ, പ്രൊവൈഡർ, സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഡെലിവറി ചെയ്ത വ്യക്തി അത് സൗജന്യമായി ചെയ്ത ഒന്നാകരുത്. ഫ്രീ ആയിട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ട് പിന്നെ അതിന് എമൗണ്ട് നമ്മൾ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അതായത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്ത കാര്യത്തിനെ നമുക്ക് ഈ എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള അവകാശമുള്ളൂ. The person for whom the act is done or to whom thing is delivered must have enjoyed the benefit of the act done or thing delivered. Then നമ്മൾ ചെയ്തു കൊടുത്ത കാര്യത്തിൽ നിന്ന് എന്താണോ ചെയ്തത് അതിൻ്റെ ബെനിഫിറ്റ് ആ വ്യക്തി റിസീവ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സൗജന്യമായി ചെയ്തു കൊടുത്ത ഒരു കാര്യത്തിന് പിന്നീട് നമ്മൾ അതിന് പറ്റൂല, എനിക്ക് ഇത്ര എമൗണ്ട് എനിക്ക് കിട്ടണം എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 70 അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഉദ്ദേശത്തോട്, അതായത് എമൗണ്ട് കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്ത് കൊടുത്ത കാര്യത്തിന് ഇങ്ങനെ എമൗണ്ട് റിക്കവർ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ നോൺ ഗ്രാറ്റുവിഷ്യസ് ആണ്, സൗജന്യമായി ചെയ്ത കാര്യമാവരുത് എന്നുള്ളതാണ് പറയുന്നത്. Then responsibility of a finder of goods, section 71. A person who finds goods belonging to another and takes them into his custody is subject to the same responsibility as a bailey. അതായത് മറ്റൊരു വ്യക്തിയുടെ എന്തെങ്കിലും ഗുഡ്സ് വീണ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് വീണ് കിട്ടിയ വ്യക്തിക്ക് സെയിം റെസ്പോൺസിബിലിറ്റി ആസ് ബെയിലി. അതായത് നമ്മൾ പണയത്തിന് സാധനങ്ങൾ വെച്ചാൽ ആ സാധനം പണയത്തിന് വാങ്ങിയ ആൾ, അതാണ് ബെയിലി എന്ന് പറയുന്നത്. ബെയിലിക്കുള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ആ സാധനം വീണ് കിട്ടിയ വ്യക്തിക്കുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. The finder is bound to take as much care of the goods found as a man of ordinary prudence would under similar circumstances take off his own goods. അതായത് ഇങ്ങനെ വീണ് കിട്ടിയ സാധനം ഒരാൾ അവരുടെ സ്വന്തം പ്രോപ്പർട്ടീസ് എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഫൗണ്ടർ മസ്റ്റ് ടേക്ക് റീസണബിൾ എഫേർട്സ് ഇൻ ഫൈൻഡിങ് ഔട്ട് റിയൽ ഓണർ. അതോടൊപ്പം ഈ വീണ് കിട്ടിയ സാധനത്തിൻ്റെ റിയൽ ഓണറെ കണ്ടെത്താനുള്ള എഫേർട്സ് ഇയാൾ എടുത്തിരിക്കണം. എക്സാമ്പിൾ, എക്സ്, എ ഗസ്റ്റ് ഫൗണ്ട് എ ഡയമണ്ട് റിംഗ് അറ്റ് എ ബർത്ത്ഡേ പാർട്ടി ഓഫ് വൈ. എക്സ് ടോൾഡ് വൈ ആൻഡ് അതർ ഗസ്റ്റ് അബൌട്ട് ഇറ്റ്. He has performed his duty to find the owner. If he is not able to find the owner, he can retain the ring as bail. അതായത് എക്സ് വൈൻ്റെ വീട്ടിലെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ ഒരു ഡയമണ്ട് റിങ് വീണ് കിട്ടി. എക്സ് ഇതിനെ കുറിച്ചിട്ട് വൈനോടും പറഞ്ഞു, ദെൻ വൈൻ്റെ വീട്ടിൽ അന്ന് വന്ന എല്ലാ ഗസ്റ്റിനോടും പറഞ്ഞു. ഇവിടെ എക്സ് അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ റിയൽ ഓണറെ കണ്ടെത്തിയാൽ അവരത് കൊടുക്കണം. ദെൻ സപ്പോസ് റിയൽ ഓണറെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എക്സ് ആ പ്രോഡക്റ്റ്, അതായത് ആ റിങ് സൂക്ഷിക്കണം ആസ് എ ബെയിലി. പണയത്തിന് സാധനം വെച്ച പോലെ നമ്മൾ ആ സാധനം ആസ് എ ബെയിലി അത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. സോ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആ ഗുഡ്സ് എന്താണെങ്കിലും അത് പ്രോപ്പറായി കെയർ ചെയ്യണം, അതിന് റിയൽ ഓണറെ കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അയാളുടെ റെസ്പോൺസിബിലിറ്റി ആസ് എ ബെയിലിയാണ്. ബെയിലിന് ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. Then payment by mistake or under coercion, section 72. A person to whom money has been paid or anything delivered by mistake or under coercion must repay or return it. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ബൈ മിസ്റ്റേക്കണോ അല്ലെങ്കിൽ കൊയേർഷൻ കാരണമൊക്കെ എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ, എ ആൻഡ് ബി ജോയിൻലി ഓ ₹10,000 to C. A alone pays the money to C and B, not knowing this fact, pays ₹10,000 to C. In this case, C must repay the amount to B.
അതായത് എയും ബിയും കൂടി ഒരുമിച്ച് 10,000 രൂപ സിക്ക് കൊടുക്കാനുണ്ട്. എ എന്ത് ചെയ്തു? ഈ എമൗണ്ട് സിക്ക് കൊടുത്തു. പക്ഷേ എ കൊടുത്തതറിയാതെ ബിയും ഒരു 10,000 രൂപ സിക്ക് കൊടുത്തു. അപ്പോൾ സിക്ക് ടോട്ടൽ 20,000 രൂപ കിട്ടിയില്ല. സോ അതിൽ ആ 10,000 എന്ന് പറയുന്നത് സി തിരിച്ച് ബിക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം എയും ബിയും ബൈ മിസ്റ്റേക്കണാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ സി ആ ഒരു 10,000 രൂപ തിരിച്ച് ബിക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം അല്ലെങ്കിൽ ഭീഷണി മൂലമൊക്കെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സെക്ഷൻ 72-ൽ പറയുന്നത്. ഇനി പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ നിന്ന് ക്വാസി കോൺട്രാക്റ്റിന് ചില വ്യത്യാസങ്ങളുണ്ട്. അത്തരം ഡിഫറൻസസ് ആണ് പറയുന്നത്. ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺട്രാക്ട്സ് ആൻഡ് ക്വാസി കോൺട്രാക്ട്. First one, on the basis of nature, a contract is a full-fledged contract, but a quasi-contract is not a real contract but a contract in law. നോർമലി ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ എലമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഫുൾ ഫ്ലഡ്ജഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു ക്വാസി കോൺട്രാക്റ്റ് ആക്ച്വൽ കോൺട്രാക്റ്റ് അല്ല, ഇതൊരു കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് കോൺട്രാക്റ്റ്, ഒരു സാങ്കല്പിക മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് കോൺട്രാക്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല, കോൺട്രാക്റ്റിംഗ് ലോ എന്നേ പറയാൻ കഴിയും. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് എസെൻഷ്യൽസ്, all essentials such as offer, acceptance, free consent and consideration are there in the case of a contract, but a quasi contract lacks essentials of a contract. ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അതിന് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. ആ എലമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്, അതായത് ഓഫർ, ആക്സെപ്റ്റൻസ്, കൺസെൻറ്റ് ഫ്രീ ആവുക, കൺസിഡറേഷൻ ഉണ്ടാവുക, ലോഫുൾ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ, ഈ പറയുന്ന എല്ലാ എലമെൻറ്റ്സും ഒരു കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ക്വാസി കോൺട്രാക്റ്റിന് ഇതെല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. Then on the basis of agreement, a contract is an agreement, but in a quasi contract there is no such an agreement. ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ അഗ്രിമെൻ്റ് ആണ്. പക്ഷേ ക്വാസി കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു അഗ്രിമെൻറ്റോ പ്രോമിസോ ഉണ്ടായിരിക്കണമെന്നില്ല. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ലിഗേഷൻ, എ കോൺട്രാക്ട് ക്രിയേറ്റ്സ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഇൻ ദി ക്വാസി കോൺട്രാക്ട് ദർ ആർ ഒബ്ലിഗേഷൻ വിച്ച് ആർ ക്രിയേറ്റഡ് ആൻഡ് ഇമ്പോസ്ഡ് ബൈ ലോ. കോൺട്രാക്റ്റിൻ്റെ കേസിൽ എന്ന് പറയുന്നത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ, ആ കോൺട്രാക്റ്റ് വഴി ഉണ്ടാകുന്ന റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ആണ്. പക്ഷേ ക്വാസി കോൺട്രാക്റ്റിൻ്റെ കേസിൽ ലോ ഇമ്പോസ് ചെയ്യുന്ന ചില ഒബ്ലിഗേഷൻസ് ആണ് വരുന്നത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഫൗണ്ടേഷൻ, എ കോൺട്രാക്റ്റ് ഈസ് ഫൗണ്ടഡ് അപ്പോൺ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് എപ്പോഴും ജനറൽ പ്രിൻസിപ്പിൾസ്, ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ വേണ്ട എല്ലാ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്തുകൊണ്ടാണ് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എ ക്വാസി കോൺട്രാക്റ്റ് ഈസ് ഫൗണ്ടഡ് അപ്പോൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി. നീതി നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ക്വാസി കോൺട്രാക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കോൺട്രാക്റ്റും ക്വാസി കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ക്വാസി കോൺട്രാക്ട്സും ഇതിൽ മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട്സ് ആൻഡ് ക്വാസി കോൺട്രാക്റ്റ്. ഓക്കെ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.